പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോവുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗോട്ടൻ ഫോക്കസ്. ആശങ്കയില്ലാതെ ആഘോഷങ്ങൾ. കശ്മീരിൽ തീവ്രവാദം മൂലമുള്ള മരണങ്ങൾ 70% കുറഞ്ഞു. ഭീകരതയ്ക്ക് മുന്നിൽ ദുർബലമായിരുന്നു UPA സർക്കാരിന്റെ ഭരണകാലം. നിരന്തരമുള്ള സ്ഫോടനങ്ങൾ, കൊലപാതകങ്ങൾ, പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദത്തെ ഭയന്ന് ആശങ്കയുടെ മുൾമുനയിൽ അന്തരീക്ഷത്തിൽ താഴ്വരയിൽ ആഘോഷങ്ങൾ പോലും നിറം മങ്ങിയിരുന്ന സമയം. എന്നാൽ ഇന്ന് കഥ മാറി. മോദി സർക്കാരിന് കീഴിൽ തീവ്രവാദത്തെ അടിച്ചൊതുക്കി. ഇങ്ങോട്ട് കയറി അടിക്കാനുള്ള പാകിസ്ഥാന്റെ ചിന്തകളിൽ പോലും ഇന്ന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഭയമുണ്ടായി വന്നു. വോട്ട് ബാങ്കുകളെ പേടിക്കാതെ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള നേതൃത്വത്തിന് കീഴിൽ രാജ്യത്തെ സൈന്യം ശക്തമായതോടെ ഭീകരർക്ക് കളം വിട്ട് പോവേണ്ടി വന്നു. ചിലരെയൊക്കെ അജ്ഞാതന്റെ വഴിയെ പറഞ്ഞയക്കാനും ഇവിടെ ആളുണ്ടായി. ഇതിന്റെ ഫലമായി തീവ്രവാദ ആക്രമണങ്ങൾ വലിയ തോതിൽ കുറയുകയും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. സിനിമ പ്രദർശനശാലകൾ തുറന്നു പ്രവർത്തിക്കുന്ന കശ്മീർ, ത്രിവർണം ഉയർന്നു പറക്കുന്ന ലാൽ ചൗക്ക്, G20 ഉച്ചകോടിയിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാർക്ക് ആതിഥേയത്വം പകർന്ന പുതിയ കശ്മീർ. ഇതാണ് ഭാരതത്തിന്റെ തലയെടുപ്പുള്ള നയാ കശ്മീർ. ജനങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നഷ്ടം കേന്ദ്ര സർക്കാർ വഹിക്കും. നേട്ടം UPI ഇടപാടുകളുടെ വർധന. ദിവസേന UPI പേയ്മെന്റുകൾ നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. നിരന്തരമായ ഡിജിറ്റൽ ഇടപാടുകളിലെ ബാങ്കിംഗ് സേവന നിരക്ക് ഇനി പേടിക്കണ്ട. 2000-ൽ താഴെയുള്ള UPI ഇടപാടുകൾക്കുള്ള സേവന നിരക്ക് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാതിരിക്കാൻ 1500 കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം 2000 രൂപയിൽ താഴെയുള്ള ഇടപാടുകൾ വ്യക്തികൾ നടത്തുമ്പോൾ വ്യക്തിയുടെ ബാങ്ക്, ഫിൻടെക് കമ്പനികൾ, പണം നേടുന്ന ബാങ്ക്, പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർ, തേർഡ് പാർട്ടി ആപ്പുകൾ എന്നിവയുടെ സേവന ചെലവായ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും. സേവന നിരക്കില്ലാതെ സാധാരണക്കാർക്ക് കൂടുതൽ UPI ഇടപാടുകൾ നടത്താൻ ഈ സംവിധാനം ഉപകാരപ്പെടും. രാജ്യത്തെ UPI ഇടപാടുകൾ 213 ലക്ഷം കോടി കടന്ന് മുന്നേറുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിനും രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും UPI ഇടപാടുകൾ പ്രോത്സാഹനം നൽകുക എന്നത് കൂടിയാണ് മോദി സർക്കാർ ഇതിലൂടെ സാധ്യമാക്കുന്നത്. വിഴിഞ്ഞം കുതിക്കും. ഭൂഗർഭ റെയിലിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വമ്പൻ കുതിപ്പുകൾക്ക് ഇന്ധനം പകരാൻ ഉതകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് മോദി സർക്കാരിന്റെ മറ്റൊരു സംഭാവന കൂടി. തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസന സ്വപ്നങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന മോദി സർക്കാരിലൂടെ രാജ്യത്തോടൊപ്പം കേരളവും വളരുകയാണ്. ജനവാസ മേഖലയെ ബാധിക്കാത്ത തരത്തിൽ ടേബിൾ ടോപ്പ് രീതിയിലായിരിക്കും റെയിൽ പാതയുടെ നിർമ്മാണം. 1492.92 കോടി രൂപയുടെ പദ്ധതി 2028 ഡിസംബറിന് മുൻപ് ഗതാഗത യോഗ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 2030-ലെ കോമൺവെൽത്ത് ഗെയിംസ് ഗുജറാത്തിലെത്തിക്കും. ആതിഥേയത്വം വഹിക്കാനുള്ള ബിഡ് സമർപ്പിച്ച രാജ്യം. 2036-ലെ ഒളിമ്പിക്സ് ആതിഥേയത്വത്തിലേക്ക് സുപ്രധാനമായ മറ്റൊരു ചുവടുകൂടെ എടുത്തു വെക്കുകയാണ് ഭാരതം. രാജ്യത്തെ കായിക പ്രതിഭകളുടെ ഉന്നമനത്തിനും കായിക മേഖലയുടെ വളർച്ചയ്ക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുകയും പ്രതിഭകളെ ലോകവേദിയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന മോദി സർക്കാരിലൂടെ ഭാരതം മറ്റൊരു ചരിത്ര സംഭവത്തിന് കൂടി സാക്ഷിയാകാൻ പോവുകയാണ്. 2030-ൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ ശതാബ്ദി വർഷം തന്നെ ആഗോള കായിക മാമാങ്കത്തെ ഗുജറാത്തിൽ എത്തിക്കുന്നതിനായി രാജ്യം ഔദ്യോഗികമായി താൽപര്യപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉൾപ്പെടെ സംഘാടക മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടത് അഹമ്മദാബാദിന് കൂടുതൽ മുൻതൂക്കം നൽകും. ഇത്തരം കായിക മാമാങ്കങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിലൂടെ ലോകശ്രദ്ധ ആകർഷിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലെ വലിയ നിക്ഷേപങ്ങൾക്ക് വൻ പുരോഗതിക്കും കാരണമാകും. 6 മാസം കൊണ്ട് പെട്രോൾ കാറിന്റെ വിലയിൽ ഇലക്ട്രിക് കാർ തരും. ഇത് ഗഡ്കരിയുടെ ഉറപ്പ്. രാജ്യത്തെ ഗതാഗത രംഗത്തെ വൻ വിപ്ലവങ്ങളുടെ സൂത്രധാരൻ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണ്. മലിനീകരണ മുക്തമായ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രീൻ എനർജിയുടെ ഭാഗമായി വരുന്ന 6 മാസത്തിനുള്ളിൽ രാജ്യത്ത് പെട്രോൾ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഒരേ വിലയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മുന്നേറുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശീയ വാഹന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വായു മലിനീകരണത്തിനെതിരെയും സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഈ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് കാറുകൾക്കായി വികസിപ്പിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയുടെയും ഗ്രീൻ ഫ്യൂവലിന്റെയും ഉപയോഗത്തിലൂടെ വാഹനങ്ങളുടെ വിലയിൽ കുറവ് വരുത്തി താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്.